ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള വാളകം എന്ന സ്ഥലത്തേക്കാണ്. അവിടെ നടക്കുന്ന ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ യാത്ര. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിന് ശേഷം ഉള്ള ആദ്യത്തെ യാത്രയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഇവിടെ നിന്നും പാല, പൊൻകുന്നം, പത്തനാപുരം, പുനലൂർ വഴിയാണ് കൊട്ടാരക്കരയ്ക്ക് യാത്രയായത്. അവിടെ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാളകത്ത് എത്തിച്ചേരാൻ സാധിക്കും. വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ് ഹൈവേയുടെ ഇരുവശങ്ങളിലും വർണ്ണാഭമായ കാഴ്ചകളാണ് കാണാനുള്ളത്. ഈ ഹൈവേ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഭാഗമാണ്. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡാണ് ഈ കാണുന്നത്.
പട്ടണം അല്ലേ? നേരെയാ വഴി കാണിക്കുന്നത്. നേരെയല്ലേ? നേരെ കാണിക്കുന്നത്. നേരെയാ കാണിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പുനലൂർ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. പുനലൂർ ടൗണിലേക്കുള്ള ഒരു കമാനമാണ് ഈ കാണുന്നത്. ഇടയ്ക്ക് ബിൻസിന്റെ വല്ല ഫോട്ടോ വരും ചിലപ്പോൾ. കുഴപ്പമൊന്നുമില്ല. പണ്ട് ഇതിനകത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതിട്ടുള്ള പാലം ഇത്. ഇതാ പാലം കൊണ്ടേക്ക് റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് വരും. ആ പാലത്തിലല്ല, അതായത് വണ്ടി വിടുവല്ലോ. പുനലൂരിലുള്ള പ്രസിദ്ധമായ തൂക്കുപാലമാണ് നമ്മുടെ വലതുവശത്ത് കാണുന്നത്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത തൂക്കുപാലമാണ് ഈ കാണുന്നത്. പുനലൂർ ടൗണിൽ കൂടി ഉള്ള യാത്ര തുടരുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് റോഡിന് ഇരുവശമുള്ളത്. അങ്ങനെ കാഴ്ചകൾ എല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. വലിയ ടൗണാ അല്ലേ? ഇതാണ് ഞങ്ങളുടെ വാഹനത്തിൻ്റെ സാരഥി ബിൻസാണ് പലപ്പോഴും ഞങ്ങളോടൊപ്പം വാഹനം ഓടിക്കുന്നതിനായിട്ട് വരിക. പല സ്ഥലങ്ങളിലും ഞങ്ങളും ബിൻസും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ചുരം നല്ലോണം അല്ല, ഇത്രയും ഭാഗം അങ്ങനെയുള്ളൂ. ഇത്രയും ഭാഗം അങ്ങനെയുള്ളൂ. ചെറിയ മലയൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അവിടെ ഇങ്ങനെ വെട്ടിയിരുത്തി വഴി ഉണ്ടാക്കി നമ്മൾ നെല്ലാപ്പാറക്ക് കയറി പോകുന്ന പോലെ ആ ഒരു പ്രതീതി. അങ്ങോട്ട് ബോഗൻവില്ല ഇഷ്ടം പോലെ ഉണ്ട് ഈ വഴിക്ക്. കാണുന്നല്ലേ കടലാസ് റോസയല്ലേ? കടലാസ് പൂ പോലത്തെ സാധനം. ഇടത്തോട്ട് തിരിയുക. അങ്ങനെ നമ്മൾ കൊട്ടാരക്കരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ഏകദേശം 10-12 കിലോമീറ്റർ മാത്രമാണ് വാളകത്തേക്കുള്ളത്. ഇപ്പം ഈ യാത്ര ചെയ്യുന്നത് MC റോഡ് വഴിയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് MC റോഡ് വഴി തിരുവനന്തപുരം ഭാഗത്തേക്ക് 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാളകത്ത് എത്തിച്ചേരും. അവിടെ വെച്ചാണ് നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന
വിവാഹം ചടങ്ങുകൾ നടക്കുക. ഇത് തന്നെ ആയിരിക്കും പ്രതീക്ഷ. ഇത് തന്നെ ആയിരിക്കും, ഇത് തന്നെ ആയിരിക്കും. നേരെ ആർച്ചുണ്ടെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അല്ല അങ്ങോട്ട് കയറി അങ്ങനെ വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് MC റോഡ് വഴിയാണ് പാലായ്ക്ക് എത്തിയത്. അതായത് കൊട്ടാരക്കരയിൽ നിന്ന് പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം വഴി പാലായിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.